അല്ല അനീഷേ, ഇപ്പോൾ യു എസിലാണോ ദുബായിലാണോ? ഞാൻ യു എസിലാണ്, ഏട്ടനാണ് ദുബൈയിൽ. പിന്നെ ഓണത്തിന് ലീവിന് നാട്ടിൽ വരണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ ലീവ് കിട്ടിയില്ല. പിന്നെ ഇവിടെ നാട്ടിൽ അച്ഛൻ ഒറ്റയ്ക്കല്ലേ, നാട്ടിൽ വരാതിരിക്കാൻ പറ്റില്ലല്ലോ. അച്ഛൻ എങ്ങനെയുണ്ട്? അച്ഛനും കുഴപ്പമില്ല, പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. സത്യത്തിൽ ഇപ്പോൾ അച്ഛനെ തീരെ വയ്യ. എന്താല്ലേ ഇത്ര മക്കളുണ്ടായിട്ട് അച്ഛനിവിടെ ഒറ്റയ്ക്ക്? ഓ, എന്താ ചെയ്യുക അശോകേട്ടാ, ഞങ്ങൾ എത്ര അച്ഛനെ കൊണ്ട് പറയണത് യു എസിൽ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്. അച്ഛനാണെങ്കിൽ ഈ നാട്ടുകാരനെയും അതേപോലെ ഇവിടുത്തെ കൃഷിയും വിട്ടിട്ട് വരില്ല എന്നാണ് പറയണത്. ഞങ്ങൾക്കിപ്പോൾ യു എസ് നിന്ന് നാട്ടിൽ വന്ന് നിൽക്കാൻ പറ്റും. അച്ഛൻ ഞങ്ങളെ നന്നായി പഠിപ്പിച്ച്, അതുകൊണ്ട് ഞങ്ങളെന്തായി യു എസിലായി. ഇനിയിപ്പോൾ അച്ഛൻ ഞങ്ങളെ വല്ല കൃഷിപ്പണിയാണ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനെ നോക്കിയിട്ട് ഇവിടെ നാട്ടിലിരിക്കായിരുന്നു. കൃഷി, അത് നെൽകൃഷി. കഴിഞ്ഞ കൊല്ലം നെല്ലടന്നതിൻ്റെ പൈസയെ കിട്ടിയിട്ടില്ല. ഈ പ്രാവശ്യം നെല്ലടന്ന് ആ മഴയെത്തും. വന്നിട്ട് 3 ദിവസമായി, ഇനിയിപ്പോൾ ഒരാഴ്ച ഉള്ളു ലീവ്. കുറച്ചും കൂടി കുടുംബങ്ങളെ കാണാനുണ്ട്. പോണതിന് മുമ്പ് ഒന്നുകൂടി വരാം. ഓ അപ്പോൾ ഇത് ഇരിക്കട്ടെ. ഓ സന്തോഷം. ശരി ഇട്ടോളൂ. ശരി ആയിക്കോട്ടെ. അനീഷിൻ്റെ അച്ഛനുണ്ടല്ലോ മക്കളിനെ കുറ്റം പറയില്ല. കാരണം എന്താണ്? അവർ കല്യാണം കഴിച്ചത് അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടും മക്കളിനെ കൊഞ്ചിക്കാനും ലാളിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അല്ലാതെ വയസ്സുകാലത്ത് എന്നെ നോക്കണം പറഞ്ഞിട്ടല്ല. അവരവരുടെ കാര്യങ്ങൾ നോക്കിക്കോട്ടെ. ഇതാണ് മൂപ്പരുടെ കൺസെപ്റ്റ്. നമ്മുടെയൊക്കെ വയസ്സുകാലത്ത് എങ്ങനെയാണാവോ? പണ്ടൊക്കെ ആൾക്കാരെന്താ അറിയോ, ഒരു പ്രായം എത്തുമ്പോൾ സ്വത്തും ഇതൊക്കെ മക്കൾക്ക് എഴുതി വെച്ച് കൊടുത്തിട്ട് വല്ല കാശിയിലോ രാമേശ്വരത്തിലോ എവിടെയെങ്കിലും പോയിരിക്കും. അവർ എപ്പോൾ മരിച്ചോ ജീവിച്ചിരിക്കട്ടോ എവിടെ പോയിരുന്നോ ഒന്നും അറിയേ. അതന്നെയാണ് നല്ലത്. ഇവിടെ ഇരുന്നിട്ട് വല്ല വൃദ്ധസദനത്തിലോ ഉണ്ടാക്കി കഴിഞ്ഞാലേ കുറേ ആകുമ്പോൾ ചാനലുകാർ വരും. എന്നിട്ട് മക്കൾ ദുബായിൽ അമേരിക്കയിൽ എല്ലാം പറഞ്ഞിട്ട് വലിയ വൈറലാക്കുന്നുണ്ട്. നമ്മളൊക്കെ ഇപ്പൊ തന്നെ ഒരു തീരുമാനം എടുക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ കിടന്നു പോയാ പിന്നെ തമിഴ്നാട്ടിലെ പഴയ ഗ്രാമങ്ങളിൽ ഓരോരോ സംഭവങ്ങൾ ചെയ്യേണ്ടി ഓരോ ചടങ്ങുകളുണ്ട്, അതുമാതിരി ചെയ്യേണ്ടി വരും. എന്ത് ചടങ്ങ്? തലക്കൂത്തല്. തലക്കൂത്തല? ചാവണേട്ടാ ആ തലക്കൂത്തലൊന്ന് പറഞ്ഞു കൊടുക്കും. ഇതാ അത് വേറൊന്നുമല്ലടാ. ഈ തമിഴ്നാട്ടിലെ ഓരോ ഗ്രാമങ്ങളിലെ ആ തലവന്മാരും ഒരു തീയതി പറയും. ആ തീയതിയിൽ വയസ്സായവരും ഈ സാസുവും പിടിച്ച് കിടക്കുന്നവരും ഒക്കെ വിളിച്ചങ്ങോട്ട് ഒരു കസര ഇരുത്തിയിട്ട് തലയിൽ കൂടെ കുറേ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കും. ഇതിൻ്റെ ഇടയിൽ കൂടെ കുറേ കരിക്കും വെള്ളവും കൊടുക്കും, ചളി വെള്ളവും കലക്കി കൊടുക്കും. 3 ദിവസം കഴിഞ്ഞാൽ ഇത് നേരെ സ്വർഗത്തിലെത്തൂടാ. ഇതിൻ്റെ പേരാണ്ടാ തലക്കൂത്തലേ.